ചൂടിൻ്റെ കഥയാണ്. ഒരു ചൂടുള്ള കഥ. പ്രാചീന മനുഷ്യർ പോലും തീയും ചൂടുമൊക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിലും എന്താണ് ഹീറ്റ് എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ജോർജ് സ്റ്റാള് 1700-കളിൽ എല്ലാ കത്തുന്ന വസ്തുവിലും ഫ്ലോഗ്സ്റ്റോൺ എന്നൊരു പദാർത്ഥമുണ്ടെന്നും ആ വസ്തു കത്തുമ്പോൾ ഫ്ലോഗ്സ്റ്റോൺ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ മാസ് കുറയുന്നതെന്നും പൂർണ്ണമായി ചാരമായി കഴിഞ്ഞാൽ അതിൽ ഫ്ലോഗ്സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെയും കത്താത്തതെന്നും പറഞ്ഞു. ഈ സിദ്ധാന്തം ഈ രംഗത്ത് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് ആഹ്വാനം കുറിച്ചു. ഇതേ നൂറ്റാണ്ടിൽ തന്നെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന അന്റോണി ലവോയിസിയർ ഫ്ലോഗ്സ്റ്റോൺ തിയറി തെറ്റാണെന്ന് തെളിയിച്ചു. ഒരു വസ്തുവിനെ കത്താൻ സഹായിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള ഒരു പദാർത്ഥമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഈ പദാർത്ഥത്തെ ഓക്സിജൻ എന്ന പേരിട്ട് വിളിച്ചു. ഇതിനെ തുടർന്ന് കലോറിക് തിയറി ഓഫ് ഹീറ്റ് നിലവിൽ വന്നു. ഇതിൻ്റെ സൃഷ്ടാവാരെന്നറിയില്ല, എന്നാലും ഈ തിയറി 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഈ തിയറി പറയുന്നത് ഹീറ്റ് ഒരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആണെന്നും അതിന് എല്ലാ മെറ്റീരിയലിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകാനുള്ള കഴിവുണ്ടെന്നുമായിരുന്നു. എന്നാൽ കൗണ്ട് റംഫർഡ് എന്ന ബ്രിട്ടീഷ് ആർമിമാൻ ഈ തിയറിയിൽ പിഴവുകൾ കണ്ടെത്തി. ഒരിക്കൽ കാനൺ ബോൾസിൻ്റെയും ബാരൽസിൻ്റെയും നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രിക്ഷൻ കൊണ്ടും ഹീറ്റ് ഉണ്ടാകാമെന്ന് അദ്ദേഹം കണ്ടെത്തി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹീറ്റും വർക്കുമായി ഒരു ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനെപ്പറ്റിയൊരു പേപ്പർ അദ്ദേഹം അന്നത്തെ റോയൽ സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ടിന് അയച്ചു കൊടുത്തു. എന്നാൽ ഈ കണ്ടെത്തലിനെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഹീറ്റിനെ ചുറ്റിപ്പറ്റി കിടന്ന നിഗൂഢതകൾക്ക് ശാപമോക്ഷം നൽകിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഒരു സിലിണ്ടറിൽ വെള്ളമെടുത്തു. 2 സൈഡിലും ഭാരങ്ങൾ തൂക്കിയിട്ടിരുന്നൊരു പാഡിൽ അതിലേക്ക് ഇറക്കി വെച്ചു. പാഡിൽ കറങ്ങിയപ്പോൾ വെള്ളം ചൂടാകുന്നതായി അദ്ദേഹം കണ്ടെത്തി. ഇത് റംഫോർഡിൻ്റെ ആശയത്തെ ശരിവെക്കുന്നതായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജൂൾ നിർത്തിയില്ല. അദ്ദേഹം ഈ സിസ്റ്റത്തിലെ മെക്കാനിക്കൽ വർക്കിൻ്റെയും ഹീറ്റിൻ്റെയും അളവ് കാൽക്കുലേറ്റ് ചെയ്ത് W=Q എന്നൊരു ഇക്വേഷൻ സജസ്റ്റ് ചെയ്തു. ഈ ഇക്വേഷന് മോടി പിടിപ്പിച്ച് W=JQ എന്ന രീതിയിലാക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ J എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ 4.18 × 10⁷ X/Calorie ആണ്. ഹീറ്റും ഒരു ടൈപ്പ് ഓഫ് എനർജി ആണെന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി. തുടർന്ന് ജൂളിൻ്റെയും മയറിൻ്റെയും ഹെൽമോൾട്സിൻ്റെയും ഒക്കെ ആശയങ്ങൾ കോർത്തിണക്കി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിലവിൽ വന്നു. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. യു മേ ഡിലേ ബട്ട് ടൈം വിൽ നോട്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഈ ആശയം പങ്കുവെച്ചുകൊണ്ട് നമുക്കിന്ന് പിരിയാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോയുമായി നമ്മൾ ഉടനെ വീണ്ടും കാണും കേട്ടോ. ടിൽ ദെൻ ഇറ്റ്സ് വിഘ്നേഷ് രാമേന്ദ്രൻ സൈനിങ് ഓഫ് ഫ്രം യുവർ ഓപ്ഷൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ശരി, ബൈ.